വയനാട് ഏറാട്ടുകുണ്ട് കോളനിയിലെ ബാലൻ വീട്ടുസാധനങ്ങൾ വാങ്ങാൻ ഇറങ്ങിയതായിരുന്നു. അപ്പോഴാണ് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. ബാലൻ മാത്രമല്ല, ഇതുപോലെ നിരവധി ആളുകൾക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുണ്ട്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വന്യജീവി ആക്രമണം മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. ആനയുടെയും കടുവയുടെയും മറ്റും ആക്രമണത്തിൽ അടുത്തിടെ നിരവധി മനുഷ്യരാണ് കൊല്ലപ്പെട്ടത്. ആന, കാട്ടുപന്നി, മാൻ, കുരങ്ങ് എന്നിവ കോടിക്കണക്കിന് രൂപയുടെ കൃഷിനാശമാണ് വരുത്തിയത്. വനമേഖലയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഭീതിയോടെയാണ് ഓരോ ദിവസവും കഴിച്ചുകൂട്ടുന്നത്. വീടിന്റെ കതകൊന്നു തുറന്നാൽ മുന്നിൽ ആനയാണോ കടുവയാണോ എന്ന ഭീതി. ഉറക്കമൊഴിച്ച് അവർ പല രാത്രികളിലും കാവലിരിക്കുകയാണ്. വന്യജീവികൾ നാട്ടിലിറങ്ങാതിരിക്കാൻ സുരക്ഷാ വേലിയൊരുക്കാൻ മാത്രം 8 വർഷത്തിനിടെ വനം വകുപ്പ് ചെലവിട്ടത് 74 കോടി രൂപയാണ് എന്നാണ് കണക്ക്. എന്നിട്ടും 2016 മുതൽ ഈ വർഷം ഇതുവരെ കാടിറങ്ങിയ 3 ഇനം വന്യജീവികളുടെ ആക്രമണത്തിൽ മാത്രം സംസ്ഥാനത്ത് പൊലിഞ്ഞത് 300ഓളം ജീവനുകൾ. ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് കാട്ടാനയുടെ ആക്രമണത്തിലാണ്. 197 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കടുവയുടെ ആക്രമണത്തിൽ 10 പേർ മരിച്ചപ്പോൾ 53 പേരാണ് കാട്ടുപന്നികൾ കാരണം മരിച്ചത്. പല വനസമീപ പ്രദേശങ്ങളിലും ജനജീവിതം ദുസ്സഹമായി മാറുമ്പോൾ ഈ വിഷയത്തിൽ കാര്യക്ഷമമായ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തിട്ടുള്ളത്? വന്യമൃഗശല്യം നിയന്ത്രിക്കാനാവാത്തതിന് കാരണമായി വനം വകുപ്പും സംസ്ഥാന സർക്കാരും ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര നിയമമായ 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ചില കർശനമായ വകുപ്പുകളാണ്. എന്നാൽ വന്യമൃഗങ്ങൾ മൂലം മനുഷ്യജീവനും സ്വത്തുക്കൾക്കും വിളകൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ പരിഹരിക്കാനുള്ള കൃത്യമായ സംവിധാനവും 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലുണ്ട്. ഈ വകുപ്പുകളെ ഫലപ്രദമായി ഉപയോഗിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടില്ല എന്നാണ് നിയമവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത്. മലയോര മേഖലയിൽ വന്യജീവി സംഘർഷവും ഭീതിയും നിലനിൽക്കുന്നതിനിടയിലാണ് വനം നിയമ ഭേദഗതി നടപ്പാക്കാനും സർക്കാർ ശ്രമം നടത്തിയത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അമിത അധികാരങ്ങൾ നൽകി മലയോര ജനതയെ കൂടുതൽ ദുരിതത്തിലാക്കാനാണ് സർക്കാർ അപ്പോഴും ശ്രമിച്ചത്. അവർക്കും ജീവിക്കാനുള്ള അവകാശങ്ങളില്ലേ? അതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്താൻ കോടികൾ മുടക്കുന്നുവെന്ന് പറയുന്ന സർക്കാരിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? വന്യജീവി ആക്രമണങ്ങളിൽ മരണമടയുന്നവരുടെയും പരിക്കേൽക്കുന്നവരുടെയും കുടുംബങ്ങൾക്ക് നൽകുന്ന നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടിയെടുക്കേണ്ടതുണ്ട്. ജീവൻ നഷ്ടമാകുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകാനും കുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായും ഏറ്റെടുക്കാനും സർക്കാർ തയ്യാറാകണം. പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകളും ഏറ്റെടുക്കണം. 2016 മുതൽ വിവിധ വന്യജീവി ആക്രമണത്തിൽ മനുഷ്യജീവനും കൃഷിയും വളർത്തുമൃഗങ്ങളും നഷ്ടപ്പെട്ട 3611 പേരുടെ നഷ്ടപരിഹാരം സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല എന്ന റിപ്പോർട്ടുകളുണ്ട്. കാടിനുള്ളിൽ വെള്ളമില്ലാത്തതുകൊണ്ടാണ് ആന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് എന്നാണ് വനം മന്ത്രി പറയുന്നത്. അങ്ങനെയെങ്കിൽ വെള്ളവും ഭക്ഷണവും കാട്ടിനുള്ളിൽ നൽകാൻ സംവിധാനം ഒരുക്കണം. ആന കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിലെ കാടുകളിൽ വെള്ളവും ഭക്ഷണവും എത്തിക്കാനുള്ള സംവിധാനം മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട്. ആനകൾ കൂടുതലായി ഇറങ്ങുന്ന സ്ഥലങ്ങളിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ച് ജനങ്ങൾക്ക് സംരക്ഷണമൊരുക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണം. വനത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും യൂക്കാലിപ്സ് ഉൾപ്പെടെയുള്ളവയുടെ പ്ലാന്റേഷനുകൾ ഉണ്ടാക്കിയതോടെ വന്യജീവികൾക്ക് ആഹാരവും ജലവും കിട്ടാത്ത അവസ്ഥയുണ്ട്. സ്വാഭാവിക വനം വെട്ടി തേക്കും യൂക്കാലിയും നട്ട് സാമൂഹിക വനവൽക്കരണം നടപ്പാക്കിയ വനം വകുപ്പിന്റെ ദീർഘവീക്ഷണമില്ലാത്ത പ്രവർത്തനം സ്ഥിതി വഷളാക്കി. വെള്ളം കൂടുതലായി ഉപയോഗിക്കുന്ന ഇത്തരം സസ്യങ്ങൾ ജലദൗർലഭ്യം അടക്കം ഉണ്ടാക്കുന്നു. ഇത് ആന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് കാരണമായിട്ടുണ്ട്. ഇത് പരിഹരിക്കാൻ എന്ത് നടപടിയാണ് സർക്കാർ സ്വീകരിച്ചത്? ഇനി എന്തുകൊണ്ടാണ് തുടരെ വയനാട്ടിൽ കടുവ ഇറങ്ങുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡമനുസരിച്ച് ഒരു കടുവയ്ക്ക് 20 സ്ക്വയർ കിലോമീറ്റർ സ്ഥലം വേണം. എന്നാൽ വയനാട് വന്യജീവി സങ്കേതത്തിന്റെ വിസ്തീർണം 344 സ്ക്വയർ കിലോമീറ്ററാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇത്രയും വിസ്തീർണമുള്ള വന്യജീവി സങ്കേതത്തിന് 20 കടുവകളെ മാത്രമേ ഉൾക്കൊള്ളാൻ സാധിക്കൂ. എന്നാൽ 154 കടുവകളാണ് വയനാട്ടിലുള്ളത്. ഒരു കടുവയുടെ ആധിപത്യ പ്രദേശത്തേക്ക് പുതിയ കടുവ എത്തിയാൽ പരസ്പരം ആക്രമിക്കുകയും കരുത്തൻ അതിജീവിക്കുകയും ദുർബലൻ നാട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും. ഇതൊക്കെ മനസ്സിലാക്കി ശാസ്ത്രീയമായ പരിഹാരങ്ങളാണ് സർക്കാർ നടപ്പാക്കേണ്ടത്. ഭക്ഷണവും വെള്ളവും തേടി വന്യമൃഗങ്ങൾ കാടിറങ്ങുമ്പോൾ വലിയ വില കൊടുക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ജനങ്ങളാണ്.
ഏത് ജീവിയാകും ഇനി ആക്രമിക്കുക എന്ന ഭീതിയിലാണ് സംസ്ഥാനത്ത് വനമേഖലകളുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലെ മനുഷ്യർ ജീവിക്കുന്നത്. വനാതിർത്തികളിലെ കമ്പിവേലികളും കിടങ്ങുകളുമൊക്കെ കടന്ന് വന്യമൃഗങ്ങൾ നാട്ടിലെത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുമ്പോഴും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കാതെ ബന്ധപ്പെട്ട അധികൃതർ മൗനം തുടരുകയാണ്. രൂക്ഷമായ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാനായി കോടിക്കണക്കിന് രൂപയുടെ പദ്ധതികളാണ് ഓരോ വർഷവും പ്രഖ്യാപിക്കുന്നത്. എന്നാൽ അവയിൽ ഭൂരിഭാഗവും ഫയലുകളിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നു. വനം വകുപ്പിന്റെ അനാസ്ഥയാണ് പ്രശ്നങ്ങൾ ഇത്ര സങ്കീർണമാക്കുന്നത്. സാങ്കേതിക രംഗത്ത് ഇത്രയധികം മുന്നേറ്റമുണ്ടായിട്ടും ഏതെല്ലാം സാങ്കേതിക വിദ്യകൾ ഈ പ്രശ്നത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കാം എന്ന കാര്യത്തിൽ വനം വകുപ്പ് തീർത്തും അജ്ഞരാണ്. വയനാട്ടിൽ കാപ്പിത്തോട്ടത്തിൽ കൃഷിപ്പണിക്ക് പോയ 45-കാരി രാധ കടുവയുടെ ആക്രമണത്തിൽ അതിദാരുണമായി കൊല്ലപ്പെട്ടതടക്കമുള്ള സംഭവങ്ങൾ തന്നെ നോക്കൂ. രാത്രികാലങ്ങളിൽ മാത്രമല്ല, പട്ടാപ്പകല് പോലും വന്യജീവികൾ നാട്ടിലിറങ്ങുന്നു. കാർഷിക വിളകൾ വന്യജീവികളുടെ ആക്രമണത്തിൽ നശിച്ചാൽ കർഷകന് കിട്ടുന്നത് നിസ്സാരമായ തുകയാണ്. ഇവയിൽ നിന്നുള്ള 6 മാസത്തെ വിളവിൽ നിന്ന് ലഭിക്കുന്ന തുക പോലും എന്നേക്കുമായി നശിച്ചാൽ കിട്ടുന്നില്ല. ഇതിനിടയിലാണ് കാട്ടുമൃഗങ്ങൾ വൻതോതിൽ പെറ്റുപെരുകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നത്. കാടിനെ ഉൾക്കൊള്ളാവുന്നതിൽ ഏറെയായി അവയുടെ എണ്ണം. അതുകൊണ്ട് തന്നെ ഇവ ഭക്ഷണം തേടി കാടുകളിൽ നിന്ന് പുറത്തിറങ്ങുകയും ജനവാസ കേന്ദ്രങ്ങളിൽ ഭീഷണിയായി കൃഷി നശിപ്പിച്ചും വിഹരിക്കുന്നു. മറ്റു രാജ്യങ്ങളിൽ അനിയന്ത്രിതമായി പെറ്റുപെരുകുന്ന വന്യജീവികളെ കൊന്നൊടുക്കുകയാണ് പതിവ്. ഇത് കർഷകർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കൃഷിയിടത്തിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ ഏതു മാർഗം ഉപയോഗിച്ചും നേരിടുവാനുള്ള അവകാശം കർഷകർക്ക് നൽകണം. അത് സാധ്യമല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വനത്തിന് വെളിയിൽ വരുന്നില്ല എന്ന് സർക്കാർ ഉറപ്പാക്കണമെന്നും കർഷകർ ആവശ്യപ്പെടുന്നു. ജീവിക്കാനും തങ്ങളുടെ ഉപജീവന മാർഗം മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള പോംവഴിയാണ് അവർ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ഒരു അപകടം നടന്നതിന് ശേഷം അനുശോചനം നടത്തി പോയാൽ മാത്രം പോരാ, കൃത്യമായ പരിഹാര മാർഗങ്ങൾ നടപ്പിലാക്കണം. അവർക്ക് വേണ്ടത് അതാണ്. നിവേദനം നൽകിയും പ്രതിഷേധിച്ചും പരിഹാരമില്ലെന്ന് കണ്ടതോടെ സ്വന്തം കിടപ്പാടം ഉപേക്ഷിച്ചു പോയവരും നിരവധിയുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട് നഷ്ടപരിഹാര തുക പോലും ലഭിക്കാതെ ദുരിതം പേറുന്ന ജനതയ്ക്ക് ഉത്തരം നൽകിയേ മതിയാകൂ. ഇത് അങ്ങനെ നിസ്സാരമായി കാണരുത്. നിലമ്പൂർ മുൻ MLA PV അൻവർ പിണറായി സർക്കാരിനോട് ഇടഞ്ഞതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്നായി പറഞ്ഞത് വന്യജീവി ആക്രമണം തടയുന്നതിൽ സർക്കാർ കാണിച്ചിട്ടുള്ള ഉദാസീനതയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പോലും വന്യജീവി ആക്രമണം വലിയ ചർച്ചയായിട്ടും വകുപ്പുകൾ തമ്മിൽ പരസ്പരം പഴിചാരലുകൾ അല്ലാതെ പരിഹാര മാർഗങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത് മാറണം. പേടിയില്ലാതെ ജീവിക്കാൻ ആ മനുഷ്യർക്കും കഴിയണം.